ലോകം കാത്തിരുന്ന ആ നിമിഷത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷം ഏറെ നാളായി തുടരുകയാണ്. ലോകം വലിയ ആശങ്കയിലാണ്. ഇന്ത്യ അടക്കമുള്ള പല രാജ്യങ്ങളും പ്രതിസന്ധി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു ശുഭവാർത്ത തന്നെ പുറത്തേക്ക് വരികയാണ്. മാസങ്ങളായി നീണ്ടു നിൽക്കുന്ന അനിശ്ചിതത്വത്തിനൊടുവിൽ യുഎസും ഇറാനും യുദ്ധം അവസാനിപ്പിക്കാൻ പോകുന്നു എന്ന സൂചന നൽകി അമേരിക്കൻ ഭരണകൂടത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ രംഗത്തെത്തിയിരിക്കുകയാണ്. നേരെ നിർണായകമായ ഒരു വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. ഇരു വിഭാഗങ്ങളും കരാറിലെ വ്യവസ്ഥകൾ അംഗീകരിച്ചു എന്നും വരും ദിവസങ്ങളിൽ ഒപ്പിടുമെന്നുമാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുള്ള റോയിട്ടേഴ്സ് റിപ്പോർട്ട് പറയുന്നത്. അതേസമയം ഇനിയും മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയുടെ പ്രതികരണം. ഈ പോരാട്ടത്തിലൂടെ ഇറാൻ എത്ര ശക്തമായി ഉയർന്നു എന്നാണ് നിലവിലെ കരാർ ചൂണ്ടിക്കാണിക്കുന്നത് എന്നും അരാഗ്ചി വ്യക്തമാക്കുന്നു. യുഎസുമായുള്ള പോരാട്ടത്തിൽ ഇറാനാണ് വിജയി എന്നും ഔദ്യോഗിക ടെലിവിഷനിൽ സംസാരിക്കവേ അരാഗ്ചി പ്രതികരിച്ചിരിക്കുകയാണ്. പുതിയ ധാരണാപത്രത്തിൽ ഹോർമൂസ് കടലിടുക്ക് തുറക്കുക, ഇറാനിയൻ തുറമുഖങ്ങളിലെ യുഎസ് നാവിക ഉപരോധം അവസാനിപ്പിക്കുക എന്നിവയാണ് പ്രധാന ആവശ്യങ്ങൾ എന്നാണ് ഇരു വിഭാഗങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും സമ്മതിക്കുന്നത്. ഇറാന്റെ ആണവായുധ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അതിനുശേഷം നടക്കുമെന്നാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് തന്നെ സൂചിപ്പിക്കുന്നത്. ട്രംപിന്റെ ലക്ഷ്യങ്ങളെല്ലാം കൃത്യമായി നടപ്പിലാക്കാൻ കഴിയുന്ന കരാറാണ് എന്ന് യുഎസ് ഉദ്യോഗസ്ഥർ അവകാശപ്പെടുമ്പോൾ മറുഭാഗം ഇറാൻ അനുകൂലമായ പല വ്യവസ്ഥകൾ ഉണ്ട് എന്നും പറയുകയാണ്. എന്തായാലും ലോകത്തിന് ഇതൊരു ആശ്വാസ വാർത്തയായി മാറുകയാണ്. ഇറാൻ ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതിന് പകരമായി ഇറാന്റെ മരവിപ്പിച്ച ആസ്തികൾ വിട്ടു നൽകാനും എണ്ണ കയറ്റുമതിക്ക് മേലുള്ള ഇറാന്റെ ഉപരോധം അവസാനിപ്പിക്കാനും യുഎസ് പറയുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. 2 മാസത്തോളം, അതായത് 60 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ചർച്ചയിൽ ആണവ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിഗണിക്കുമെന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു. ഇറാന്റെ ആണവ പദ്ധതി വേണ്ടെന്ന് വയ്ക്കാനുള്ള തീരുമാനത്തിലെത്തുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ യുഎസ് ഉദ്യോഗസ്ഥർ മുന്നോട്ട് വെക്കുന്നത്. അതേസമയം ഈ തീരുമാനത്തെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഔദ്യോഗിക ടെലിവിഷനിൽ സംസാരിക്കുമ്പോൾ അബ്ബാസ് അരാഗ്ചി പറഞ്ഞത് ഇതിന് ഒരു വലിയ ആശങ്കയായി നിലനിൽക്കുന്നുണ്ട്. ആണവ നിലയങ്ങളിലേക്ക് ഉപയോഗിക്കാവുന്ന ചെറിയ നിലയിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയവുമായി സൂക്ഷിക്കാനാണ് തങ്ങളുടെ തീരുമാനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത്. എന്തായാലും ഇറാൻ യുഎസിന് നേരെ തിരിച്ചടിക്കുന്നു. യുഎസ് ഇറാന് നേരെ ആക്രമണം ശക്തമാക്കുന്ന സാഹചര്യത്തിൽ ഒരു ആശ്വാസ വാർത്ത ലോകത്തിന് ലഭിച്ചിരിക്കുകയാണ്. ഉടൻ തന്നെ പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിക്കാൻ പോകുന്നു എന്നാണ് അത് യുഎസിന്റെ ഉദ്യോഗസ്ഥരും വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ ഇറാനുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും വ്യക്തമാക്കുക.